ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ ഇന്ന് എവിടെ പോവാണ് റയാൻ? ലുലു മോൾ പോവാണ്. എന്തോ സെലിബ്രേറ്റ് ചെയ്യാനാ? പപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. അങ്ങനെ ഞങ്ങളിപ്പോൾ ലുലു മോൾ പോവാട്ടോ. ഞങ്ങൾ കുറേ ദിവസമായി ലുലു മോൾ പോയിട്ട്. പണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് എറണാകുളത്ത് വന്ന സമയത്ത് പത്തടിപ്പാലത്തായിരുന്നു കേട്ടോ റെൻറ്റിന് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അടുത്താണല്ലോ എടപ്പള്ളി. അപ്പോൾ മിക്കവാറും വീക്കെൻഡ്സിലൊക്കെ പോകുമായിരുന്നു ലുലു മോൾ. സാധനമൊക്കെ വാങ്ങിക്കാൻ, ഹൈപ്പർ മാർക്കറ്റിൽ കയറി സാധനം വാങ്ങിക്കുക, അങ്ങനെ മിക്കവാറും അവിടെ ആയിരുന്നു പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്തടിപ്പാലത്ത് നിന്ന് തൃക്കാക്കര ഒരു ഫ്ലാറ്റിലോട്ട് മാറി, റെൻറ്റിന് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാക്കനാടോട്ട് മാറി. ഈ കാക്കനാടോട്ട് വന്നപ്പോഴത്തേക്കിനും ലുലു മോളിലോട്ട് വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ, അങ്ങനെ എപ്പോഴൊന്നും പോകാറൊന്നുമില്ല. പിന്നെ പോയാലും ആദ്യമേ റിച്ചുവിൻ്റെ കുറേ കളിക്കുന്ന കുറേ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ ആദ്യം അവിടെയൊക്കെ പോയി പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വരാറാണ് പതിവ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമേ തന്നെ റിച്ചുവിൻ്റെ പ്ലേ ഏരിയയിലോട്ട് തന്നെ പോകാമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പം ലുലു മോളിലോട്ട് കയറുന്നത്. അങ്ങനെ കുറച്ച് നേരം അവനെ കളിക്കാനൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാരഗണിൽ വന്നേക്കുവാണ്. അപ്പോൾ അവിടെ കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മൈക്കിലൂടെ നമ്മുടെ പേര് വിളിക്കും. ആ സമയത്താണ് നമുക്ക് അകത്ത് കയറാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ച് സ്വീറ്റ്സും കൂടി ഇരിക്കട്ടെ എന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിച്ചുവിന് എന്തെങ്കിലും ടോയ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടോയ് സെലക്ട് ചെയ്യാൻ വേണ്ടി കയറിയേക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുറേ നോക്കിയിട്ട് അവസാനം ഒരു ടോയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഹോം ഡെക്കോറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിക്കാമെന്ന്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. പക്ഷേ റേറ്റ് കാണുമ്പോൾ ഞാൻ ഓർക്കും ഓൺലൈൻ വാങ്ങിക്കാമെന്ന്. ഓൺലൈൻ നോക്കുമ്പോൾ ഞാൻ ഓർക്കും നേരിട്ട് കണ്ടിട്ട് എവിടെന്നെങ്കിലും പോയി വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഇതുവരെ വാങ്ങിക്കലൊന്നും നടന്നില്ല. പക്ഷേ എനിക്ക് കുറേ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ അതെല്ലാം നോക്കി നടന്നിട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല, എല്ലാം നോക്കി നടന്നതേ ഉള്ളൂ. ഞാൻ ഓർത്ത് കുറച്ച് ഓൺലൈനിൽ നിന്ന് തന്നെ ഐറ്റംസ് വാങ്ങിക്കാമെന്ന്. ഞാനിങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റൊക്കെ നോക്കി എന്താ പറയുക, അങ്ങനെ അതുവഴി കുറച്ച് നടന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പം നെക്സ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഹസ്ബൻഡിനൊരു ഷൂ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിവിടെ വുഡ്ലാൻഡിൽ വന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ ഞങ്ങൾക്ക് അതിൻ്റെ മോഡൽസൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതും ഓൺലൈൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങിച്ചില്ല. അങ്ങനെ നമ്മൾ പിന്നെ നേരെ ലുലു ഫാഷൻ വേൾഡിൽ കയറിയിട്ട് ഞാൻ കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിനിയും നേരെ വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചിരുന്നപ്പം ചാച്ചൻ പറഞ്ഞു, ഞാനിതുവരെ ലൈസൻസ് എടുത്തതല്ലാതെ വണ്ടി ഓടിച്ചിട്ടില്ല, അപ്പോൾ ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ കളമശ്ശേരിയിലൊരു റോഡുണ്ട് കേട്ടോ, അപ്പോൾ ആ ഒരു റോഡിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ വണ്ടി ഓടിക്കുവാണ്. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ, കാരണം നമ്മുടെ വണ്ടിയാകുമ്പം പിന്നെ ഞാൻ ഡ്രൈവിങ് പഠിച്ചതൊക്കെ മാനുവലിലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഓട്ടോമാറ്റിക്കിൽ ഓടിക്കുന്നത്. അപ്പോൾ കയറുമ്പം അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് കയറി അങ്ങനെ വണ്ടി ഓടിച്ച് തുടങ്ങിയപ്പം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ടെൻഷൻ ഉണ്ടല്ലോ, അതൊന്ന് കുറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ഓഫീസിൽ പോകേണ്ടി വന്നല്ലോ. അപ്പം 2 ബസ് കയറി വേണം തിരിച്ച് വരാനായിട്ട്. അപ്പോൾ ആ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കും, എന്തായാലും ഡ്രൈവിംഗ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ.
പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക് ഫ്രം ഹോം ആകുമ്പം ആ ആഗ്രഹം കുറച്ചങ്ങോട്ട് കുറയും. പിന്നെ ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പപ്പയും മമ്മിയൊക്കെ അങ്ങ് നാട്ടിൽ പോയി. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഉള്ള സമയത്ത് എന്തായാലും കൊച്ചു ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവനെയും വെച്ചിട്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് റിസ്ക്കായിട്ട്, കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്. പിന്നെ ഇന്ന് എന്തായാലും ഓടിച്ചു. അങ്ങനെ അവിടുന്ന് ഇനിയിപ്പം നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.